നന്നായി തൗറാത്തിൽ പ്രാവീണ്യമുള്ള നല്ല കഴിവുള്ള പണ്ഡിതനായിരുന്നു ഖാറൂൻ. പക്ഷേ തനിക്ക് അത്യാവശ്യം ജീവിക്കാനുണ്ടല്ലോ എന്നുള്ള ലെവല് വന്നപ്പോ ആരും പറഞ്ഞത് കേൾക്കാതെ ധിക്കാരം മാത്രം മുന്നോട്ട് വെച്ച് ജീവിച്ചു പോയി. പലപ്പോഴും ജനങ്ങൾ ഉപദേശിച്ചു, പക്ഷേ അത് സ്വീകരിച്ചില്ല. നല്ല വിനയാന്വിതനായി ജീവിക്കണം. ധിക്കാരം നിനക്ക് വേണ്ട. വലിയവർ ഉപദേശിക്കുമ്പോ ആ ഉപദേശം നിന്റെ മനസ്സിൽ നീ സ്വീകരിക്കണം. ബാപ്പ പറയുമ്പോ ആ നസീഹത്ത് നീ സ്വീകരിക്കണം. ഉമ്മ പറയുമ്പോ നസീഹത്ത് നീ സ്വീകരിക്കണം. ബാപ്പാനെയും ഉമ്മാനെയും ഉസ്താദുമാരെയും ഒക്കെ ബഹുമാനിക്കുന്ന നല്ല യുവതീ യുവാക്കളാകണം. ബാപ്പാനെയും ഉമ്മാനെയും മാത്രം ബഹുമാനിച്ചാൽ മതിയോ? പോരാ. കുടുംബത്തിലെ മുതിർന്നവരില്ലേ, അവരെയൊക്കെ ബഹുമാനിക്കണം. മുതിർന്നവർ എന്ന നിലക്കൊരു ബഹുമാനം അല്ലാഹു അവർക്ക് നൽകിയിട്ടുണ്ടല്ലോ. ആ നിലക്ക് നീ അവർക്ക് ബഹുമാനം കൊടുക്കണം. ചെറുപ്പക്കാരാ, ചെറുപ്പക്കാരി, നിന്നിൽ അത്തരത്തിലൊരു ബഹുമാനം ഉണ്ടോ? നിന്റെ മക്കളിൽ അതിനേക്കാളും വലിയ ബഹുമാനം വരും. കാരണം നിന്റെ ബഹുമാനം അവർ കണ്ടുപഠിക്കും. നീ ബാപ്പയെ ബഹുമാനിച്ചത്, മൂത്താപ്പയെ ബഹുമാനിച്ചത്, അമ്മാവന്മാരെ ബഹുമാനിച്ചത്, ഉമ്മാന്റെ ചേട്ടത്തിയെയും ഉമ്മാന്റെ അനുജത്തിയെയും ബഹുമാനിച്ചത്, ഭാര്യ മാതാവിനെയും ഭാര്യ പിതാവിനെയും ബഹുമാനിച്ചത് കണ്ട് ജീവിക്കുന്ന നിന്റെ മക്കൾ കുഞ്ഞിളം കാലത്ത് തന്നെ അവർ മനസ്സിലാക്കി വെക്കും. ഈ രൂപത്തിലൊക്കെ ബഹുമാനം കൈമാറേണ്ടതാണ്. ഈ രൂപത്തിലൊക്കെ ബഹുമാനം സ്വീകരിക്കേണ്ടതാണ്. ഉപ്പയും ഉമ്മയും ചെയ്യുന്ന ബഹുമാനത്തിന്റെ തലങ്ങൾ ഒന്നും വിടാതെ മക്കൾ അങ്ങനെ പകർത്തുക തന്നെ ചെയ്യും. സംശയം വേണ്ട. അതുകൊണ്ട് ധിക്കാരത്തിന്റെ നിലപാട് ജീവിതത്തിൽ ഉണ്ടാകരുത്. നിന്റെ നടത്തത്തിൽ തന്നെ നീ മിതത്വം പാലിക്കണം. ലുഖ്മാനുൽ ഹക്കീം റളിയല്ലാഹു അൻഹു തന്റെ ഏകപുത്രനെ ഉപദേശിക്കുകയാണ്. വഗ്ളുൽ മിൻ സൗതിക, നിന്റെ ശബ്ദം നീ കുറച്ച് സംസാരിക്കണം. ആരോട് നീ സംസാരിക്കുകയാണെങ്കിലും മോനെ, അരോചകമാകുന്ന രീതിയിൽ ഒരു ശബ്ദത്തിലോ ഒരു പ്രതികരണത്തിലോ നീ സംസാരിക്കരുത്. നല്ല സ്വഭാവമാണ് നീ സ്വീകരിക്കേണ്ടത്. നല്ല സ്വഭാവം നിന്നിൽ നിന്നും ഉണ്ടാകുന്നുണ്ടോ? നീ നല്ലൊരു യുവാവാണ് എന്നതിന്റെ ഏറ്റവും വലിയ തെളിവാണത്. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നല്ല രൂപത്തിൽ സംസാരിക്കുന്നവരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് നല്ല ഇഷ്ടമാണ്. കാരണം അവരെ സ്വഭാവം നല്ല സ്വഭാവമായതുകൊണ്ടാണ് അവരെ സംസാരവും പ്രതികരണവും ഒക്കെ നന്നാകുന്നത്. ആരോട് നീ സംസാരിക്കുമ്പോഴും നിന്റെ സ്വഭാവത്തിൽ മറ്റുള്ളവർക്ക് വെറുപ്പുണ്ടാകുന്ന ശബ്ദഘോഷം പോലും ഉണ്ടാകരുത്. ഇന്ന അൻകറൽ അസ്വാതി ലസൗതുൽ ഹമീർ, ഏറ്റവും വെറുപ്പുള്ള സൗണ്ട് കഴുതയുടെ ശബ്ദമാണ്. ജനങ്ങളൊക്കെ വെറുതെ നിൽക്കുന്ന സമയത്ത് വെറുതെ ഒച്ച ഉണ്ടാക്കുന്ന ഒരു ജീവിയാണ് കഴുത. ഒരൊറ്റ ഒച്ച ആയിരിക്കും, എന്തിനാന്ന് കാരണമൊന്നും ഉണ്ടാവില്ല. അതേപോലെ നീ വെറുതെ വെടി പൊട്ടിക്കുന്ന ആളാകരുത്. വീട്ടിന്റെ പുറത്തിരുന്നുകൊണ്ട് അങ്ങോട്ട് ഒച്ച ഉണ്ടാക്കന്നെ, അയൽക്കാരെ കോടി വന്നു, എന്തിനാണ് ഇയാൾ ഒച്ച ഉണ്ടാക്കിയത്, ഇയാൾക്ക് എന്താ ഭ്രാന്തായോ? അങ്ങനെ വെറുതെ ഒച്ചപ്പാടുണ്ടാക്കുന്ന ആളാകരുത് നീ. നീ മിതമായി സംസാരിക്കുന്ന മിതഭാഷിയാകണം. നല്ല പെരുമാറ്റക്കാരനാകണം. ആണും പെണ്ണും പെരുമാറ്റം നന്നാക്കുമ്പോഴാണ് അവരെ യുവത്വം ഏറ്റവും നന്മ നിറഞ്ഞ യുവത്വമാകുന്നത്. പെരുമാറ്റം ഒന്നിനും പോരെ, ആണിന്റെയും പെണ്ണിന്റെയും പെരുമാറ്റം ഒന്നിനും പോരെ സഹോദരങ്ങളെ. അവരെ ജീവിതത്തിൽ നന്മ കാണില്ല. അതുകൊണ്ട് ആ ജീവിതത്തിൽ നന്മ കുറയും എന്ന നിലക്ക് ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം, ഇസ്മായിൽ നബി അലൈഹിസ്സലാം ആദ്യം കല്യാണം കഴിച്ച നല്ല ചൊറുക്കൊക്കെ ഉണ്ട് ആ പെൺകുട്ടി. പക്ഷെ ആ പെൺകുട്ടിയെ ഒഴിവാക്കാൻ വേണ്ടി നിർദ്ദേശം കൊടുത്തത് ദുസ്വഭാവത്തിന്റെ പേരിലാണ്. ആണിലാകട്ടെ പെണ്ണിലാകട്ടെ ഏറ്റവും വലിയ നന്മയുടെ മുഖം അവന്റെ സൽസ്വഭാവമാണ്. പെരുമാറ്റം നന്നാകണം. പെരുമാറ്റം മോശാണോ ആളൊന്നിനും പറ്റൂല. ഇപ്പൊ ചിലരോടൊക്കെ എന്തെങ്കിലും പറയാൻ പേടിയാണ്. കാരണം എന്താ മറുപടി വരിക എന്ന് പറയാൻ പറ്റൂല. അതുകൊണ്ട് പറയാതിരിക്കലാ നല്ല നിൽക്കുന്നുള്ളവർക്ക് മൗനായിട്ട് പോകലാ നല്ലത്. കഴിയെങ്കിലും സലാം പറഞ്ഞൊരു ചിരി കൊടുക്കാന്നല്ലാതെ അതിലപ്പുറം എന്തെങ്കിലും ചോദിച്ചാൽ എന്താ മറുപടി വരിക എന്ന് പറയാൻ പറ്റൂല. പലജാതി മറുപടി ആയിരിക്കും. പിന്നെ മനസ്സിൽ വിഷമം വേണ്ടല്ലോ, അതുകൊണ്ട് ചോദിക്കാതിരിക്കാൻ നല്ലതെന്ന് കരുതും. നല്ല പെരുമാറ്റാണോ, നല്ല സ്വഭാവമാണോ, നല്ല ബറക്കത്തുണ്ടാകും ജീവിതത്തിൽ, നല്ല ഖൈറും അല്ലാഹു നൽകും.
പെരുമാറ്റം തന്നെ മോശമായതുകൊണ്ട് ഒന്ന് ഇറങ്ങിയിട്ടൊന്ന് വെള്ളം കുടിക്കാൻ വേണ്ടി ഒന്ന് വാഹനത്തിൽ നിന്നൊന്ന് ഇറങ്ങൂ എന്ന് ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനെ നോക്കിയിട്ട് ഒരു വാക്കെങ്കിലും ആ പെൺകുട്ടി ഒന്ന് പറയുകയാണെങ്കിൽ എന്തൊരു ഐശ്വര്യം ഉണ്ടാകും. ജീവിതത്തെപ്പറ്റി ചോദിച്ചപ്പോൾ പ്രയാസങ്ങളും പ്രശ്നങ്ങളൊക്കെ ജീവിതത്തിൽ സ്വാഭാവികമായിട്ടുണ്ടാകൂലേ? പക്ഷെ സന്തോഷങ്ങളല്ലേ മുന്നോട്ട് പറയേണ്ടത്? ഇടങ്ങേറാണ് ആദ്യം പറഞ്ഞത്. ആദ്യം തന്നെ പറഞ്ഞ ഇടങ്ങേറാണ്. എപ്പോഴും ബുദ്ധിമുട്ടാണ്. ചിലപ്പോഴൊക്കെ ഭക്ഷണം ഉണ്ടെങ്കിൽ ഉണ്ടായി, ചിലപ്പോൾ അങ്ങനെയൊക്കെ വരൂലേ? ബുദ്ധിമുട്ട് തന്നെ ബുദ്ധിമുട്ട്, ഇടങ്ങേറ് തന്നെ ഇടങ്ങേറ്. ഭക്ഷണത്തിന് വേണ്ടി പോയതാണ് മൂപ്പര്, കിട്ടിയെങ്കിൽ കിട്ടി, ഇല്ലെങ്കിൽ ഇല്ല. മറുപടിയും പെരുമാറ്റവും സ്വഭാവം ഒക്കെ കണ്ടപ്പോ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന് മനസ്സിലായി, ഈ പെണ്ണിൽ നിന്ന് എൻ്റെ മകന് ഇസ്മായിൽ നബി അലൈഹി സ്വലാമിന് മക്കൾ വന്നാൽ ഇതേ രൂപഭാവത്തിൽ തന്നെയല്ലേ അവരും വരിക. അവരിൽ പിന്നെ നന്മ ഉണ്ടാകുമോ? അവരിൽ പിന്നെ സന്തോഷവും മറ്റുള്ളവർക്ക് പകർത്താനുണ്ടാകുമോ? മക്കളെയും പേരക്കുട്ടികളെയും പെൺകുട്ടികളെയൊക്കെ സൽസ്വഭാവികളാക്കി വളർത്തണം. നല്ല പെരുമാറ്റം, നല്ല സ്വഭാവം അവർക്ക് പകർത്തിക്കൊടുക്കണം, ശീലമാക്കി കൊടുക്കണം. എന്തെങ്കിലുമൊക്കെ മറുപടി പറ്റാത്തത് വന്നാൽ സാരമില്ലെന്ന് വെക്കുന്നതിന് പകരം വരാതിരിക്കാനുള്ള നല്ല ഉപദേശം കൊടുത്ത് മാറ്റണം. പിന്നെയും പിന്നെയും അത് വരുമ്പോൾ വീണ്ടും വീണ്ടും നമ്മൾ കരുതലോടെ നിയന്ത്രിക്കണം. രണ്ടാമത് കല്യാണം കഴിച്ച പെൺകുട്ടിയുടെ സ്വഭാവം എന്തൊരു മധുരമാർന്ന സ്വഭാവമാണ്. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം വാഹനത്തിൽ വന്ന് വീട്ടിന്റെ മുറ്റത്ത് വാഹനം നിർത്തി. വാഹനത്തിൽ നിന്ന് ഇറങ്ങാതെ അവിടെ നിന്നപ്പോ, ഇറങ്ങുന്നില്ലേ നിങ്ങള്? എന്തെങ്കിലും വെള്ളം കുടിക്കാലോ ഭക്ഷണം കഴിക്കാലോ എന്നാ പെൺകുട്ടി ചോദിച്ചു. അടയാളങ്ങളെ കൊണ്ട് ഇബ്രാഹിം നബി അലൈഹിസ്സലാമാണെന്ന് പെൺകുട്ടി മനസ്സിലാക്കി. ആദ്യം കാണുന്ന കാഴ്ചയാണ്, അതിനു മുമ്പ് കണ്ടിട്ടില്ല. എങ്കിലും എൻ്റെ ഭർത്താവിന്റെ ഉപ്പയാണല്ലോ ഈ വന്നത്, നല്ലോണം ബഹുമാനിക്കണമല്ലോ എന്നുള്ള നിലക്ക് നല്ല സ്നേഹത്തോടൊരു ചോദ്യം ചോദിച്ചപ്പോ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന് സന്തോഷമായി. കൈഫ കാന ഈശുക്കും, എങ്ങനെയാ നിങ്ങളുടെ ജീവിതം? പെൺകുട്ടി മറുപടി പറഞ്ഞു, തആമുനാ അല്ലഹ്മു വശറാബുനാ അൽമാ. കുടിക്കാൻ നല്ല പാനീയമുണ്ട്, കഴിക്കാൻ നല്ല മാംസവും കിട്ടാറുണ്ട്. ഉടനെ തന്നെ ദുആ ചെയ്തു കൊടുത്തു, അല്ലാഹുമ്മ ബാരിക് ലഹും ഫീ ലഹ്മിഹിം വമാഇഹിം. അവരെ മാംസത്തിലും അവരുടെ വെള്ളത്തിലും ബറക്കത്ത് കൊടുക്കണേ അല്ലാ. അന്ന് ചെയ്ത ദുആഇന്റെ ഫലമായി ഇന്നും നിങ്ങൾ പോയി നോക്ക്, മക്കത്തുൽ മുക്കറമയിൽ നിന്ന് വെള്ളവും മാംസവും ഒഴിവായ ഒരു സെക്കൻഡ് സമയം ഇല്ല. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വലം യകുല്ലഹും യൗമൈദിൻ ഹബ്ബുൻ. അന്ന് അവർക്ക് ധാന്യമില്ല. ധാന്യമുണ്ടെങ്കിൽ അതിനുകൂടി ദുആ ചെയ്യുമായിരുന്നു. അന്ന് ഭക്ഷ്യവസ്തുവായിട്ട് അവർക്ക് ധാന്യം ഇല്ലാത്തത് കൊണ്ട് അതിന് ദുആ ചെയ്തില്ല. പിന്നെ പോകാൻ ഒരുങ്ങുന്ന നേരത്ത് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനോട് പെൺകുട്ടി പറഞ്ഞു, ഉപ്പാ പോകല്ലേ, ഒരു മിനിറ്റ്, കുറച്ചു നേരം അവിടെ നിൽക്കൂ. വീട്ടിനകത്തേക്ക് പോയി ഒരു കപ്പ് വെള്ളം കൊണ്ടുവന്നു. മരുഭൂമിയിലൂടെ യാത്ര ചെയ്ത് വാഹനത്തിന്റെ മുകളിൽ വന്ന ഉപ്പയല്ലേ, ആ നരച്ച താടിയിലും തലയിലും പൊടിപടലങ്ങൾ ഇങ്ങനെ പുരണ്ടിട്ടുണ്ട്. വാഹനത്തിന്റെ മേലെ ഇരിക്കുന്ന ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ മേലേക്ക് ഈ പെൺകുട്ടിക്ക് കയ്യെത്തുന്ന രൂപത്തില് അതേ ഉയരമുള്ളൊരു വസ്തു വാഹനത്തിന്റെ അവിടെ കൊണ്ടുവന്ന് വെച്ച് അതിന്റെ മേലെ കയറി നിന്ന് ഉപ്പയുടെ തലയും താടിയും ഒക്കെ വെള്ളം തൊട്ടതിന്റെ പൊടിപടലങ്ങളൊക്കെ നീക്കിയിട്ട് പൊടിപടലങ്ങളൊക്കെ നീക്കിയിട്ട് സുബ്ഹാനല്ലാഹ്, ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന് വല്ലാത്ത സന്തോഷം. എന്തൊരു നല്ല സ്നേഹമുള്ള പെൺകുട്ടിയാണ്. തൊട്ടാൽ ഉളൂ മുറിയാത്ത ബന്ധമല്ലേ. അമ്മോശൻ കാക്കയുടെ ശരീരം തൊട്ടാൽ ഈ കുട്ടിയുടെ ഉളൂ മുറിയൂല്ലല്ലോ, അത്രയും വലിയ ബന്ധല്ലേ അള്ളാഹു ബന്ധിപ്പിച്ചത്. പൊടിപടലങ്ങളൊക്കെ വെള്ളം തൊട്ടിങ്ങനെ നീക്കിക്കൊടുത്തു. ഉപ്പയോട് സന്തോഷത്തോടെ യാത്ര പറഞ്ഞു. ഉപ്പ അവിടെ നിന്ന് അങ്ങനെ മടങ്ങി. ആ ഉപ്പ കുടുംബത്തിന് വേണ്ടി ദുആ ചെയ്തു, ബറക്കത്തിന് വേണ്ടി. ആ ദാമ്പത്യ ജീവിതത്തിൽ ഇസ്മായിൽ അലൈഹിസ്സലാത്തു വസ്സലാമിന് അള്ളാഹു 10 സന്താനങ്ങളെ നൽകി. നല്ല ബറക്കത്തുള്ള മക്കൾ, നല്ല ഐശ്വര്യമുള്ള ജീവിതം.
ഈ പെണ്ണിലൂടെ തന്നെ എനിക്ക് സന്താന പരമ്പരകൾ ഉണ്ടാകണമെന്ന് ഇബ്രാഹിം നബി അലൈഹിസ്സലാം തീരുമാനിച്ചത് സൽ സ്വഭാവത്തിന്റെ മഹിമ കണ്ടുകൊണ്ടാണ്. ചെറുപ്പക്കാരികളെ, നല്ല സ്വഭാവമാണ് വെച്ചു പുലർത്തേണ്ടത്. പെൺകുട്ടികളോട്, യുവതികളോട് ഞാൻ പ്രത്യേകം ഒരു കാര്യം കൂടി പറയട്ടെ. പരിശുദ്ധമായ ദീനിന്റെ സ്വഭാവം ഏറ്റവും നല്ല രൂപത്തിൽ നിങ്ങളിൽ നിന്ന് കാണണം. നിങ്ങൾ പുരുഷന്മാരെ പോലെ ജീവിക്കരുത്, പുരുഷന്മാര് സ്ത്രീകളെ പോലെയും ജീവിക്കരുത്. അതിനാണ് ദീനൊരു സ്വഭാവം പഠിപ്പിച്ചത്. ലികുല്ലി ദീനിൻ ഖുലുഖുൻ വഖുലുഖുൽ ഇസ്ലാമി അൽ ഹയാ. എല്ലാ മതത്തിനും ഓരോ സ്വഭാവമുണ്ട്. ഇസ്ലാമിന്റെ ഏറ്റവും വലിയ സ്വഭാവം ഹയാ ആണ്. ആ ഹയാ ചെറുപ്പക്കാരികളെ നിങ്ങളിലുണ്ടാകണം. പ്രായപൂർത്തിയും പക്വതയും എത്തിയാൽ പിന്നെ തട്ടമയിച്ച് തോളിലൂടെ ഇട്ട് യാത്ര ചെയ്യുന്ന, യഥേഷ്ടം വിലസി നടക്കുന്ന, ആരോടും കൊഞ്ചും കുഴഞ്ഞും സംസാരിക്കുന്ന, ആരോടും ചാറ്റ് ചെയ്യുന്ന, യഥേഷ്ടം കിന്നരിക്കുന്ന, ഹയാ കുറഞ്ഞൊരൊറ്റ പണിയിലേക്കും പോകാത്ത, അള്ളാഹുവിനെ പേടിച്ച് ജീവിക്കുന്ന നല്ല ഭക്തിയുള്ള യുവതിയായി ജീവിക്കണം. അപ്പോഴേ അല്ലാഹു തആല ജീവിതത്തിൽ ബറക്കത്ത് നൽകൂ, സന്താന പരമ്പരകളിൽ വിശുദ്ധി നൽകൂ. ആ രൂപത്തിലാണ് ജീവിക്കേണ്ടത്. ആ ഹയാ ആണ് എപ്പോഴും കാത്തു സൂക്ഷിക്കേണ്ടത്. ആ ഹയാ എന്ന് പറയുന്ന സ്വഭാവം എത്ര നല്ല രൂപത്തിൽ ഒരു പെൺകുട്ടിയിൽ, ഒരാൺകുട്ടിയിൽ ഉണ്ടോ, എന്നാൽ അവരിൽ ഇസ്ലാമിന്റെ നല്ല യുവത്വങ്ങളും നല്ല സംഭാവനകളും അവരിൽ കാണാൻ കഴിയും. റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. ഉമ്മമാരാ വിഷയം കൂടി യഥാർത്ഥത്തിൽ ഒന്ന് ശ്രദ്ധിക്കണം, സൂക്ഷിക്കണം. ആണിന്റെ വേഷം ആണിന് ധരിക്കാനുള്ളതാണ്, പെണ്ണിന്റെ വേഷം പെണ്ണിന് ധരിക്കാനുള്ളതാണ്. നിസ്കാരക്കുപ്പായം ഇട്ടുകൊണ്ടൊരാണും നിസ്കരിക്കാൻ പാടില്ല, അത് പെണ്ണിന് നിസ്കരിക്കാനുള്ളതാണ്. പർദ്ദ ധരിച്ചുകൊണ്ടൊരു പുരുഷനും നടക്കാൻ പാടില്ല, അത് പെണ്ണിന് ധരിക്കാനുള്ളതാണ്. പെണ്ണിന് ധരിക്കാനുള്ള പാൻസും ഷർട്ടുമില്ലേ ആണിന് ധരിക്കാനുള്ളത്, അതാണ് ധരിക്കേണ്ടത്. പെണ്ണിന്റെ വസ്ത്രമായി നാട്ടിൽ പരിചയമുള്ളണ്ടോ, അതാണ് പെണ്ണ് ധരിക്കേണ്ടത്. ആണിന്റെ കോലം ചമയുന്ന പെണ്ണിനെയും പെണ്ണിന്റെ കോലം ചമയുന്ന ആണിനെയും അല്ലാഹു ശപിച്ചിരിക്കുന്നു എന്ന് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഉപ്പമാര് ലാഭം കാണണ്ട. ഒരു വീട്ടിലേക്ക് ഒന്ന് വാങ്ങിയാൽ മതിയല്ലോ, എല്ലാവരും ഒന്ന് ധരിക്കാൻ പറ്റുകയാണെങ്കിൽ സുഖമല്ലേ, എത്ര സാമ്പത്തിക ലാഭം കിട്ടും. അങ്ങനെ വിചാരിക്കരുത്. എൻ്റെ വീട്ടിലെ +2 പഠിക്കുന്ന കുട്ടിക്ക് മാത്രം ഡ്രസ്സ് വാങ്ങിയാൽ മതി, അത് തന്നെ 10ാം ക്ലാസ്സുകാർ ഇട്ടോളൂ, അപ്പൊ ലാഭല്ലേ, ഒരാൾക്ക് വാങ്ങിയാൽ പോരെ. അങ്ങനെ ചിന്തിക്കരുത്. അവർക്കുള്ള വസ്ത്രം അവർക്ക് വേറെ വാങ്ങണം, അതാണ് അവർ ധരിക്കേണ്ടത്. ജ്യേഷ്ഠന്റെ പാൻറ് ധരിച്ചുകൊണ്ട് അനുജത്തി പോകാൻ ഉദ്ദേശിക്കുമ്പോ ബാപ്പ പറയണം, ഉമ്മ പറയണം, അള്ളാഹു ലാനത്ത് ചെയ്തൊരു വസ്ത്രരീതിയാണ് പെണ്ണെ, ഇത് നീ ധരിക്കരുത്. പെണ്ണിൻ്റെത് പെണ്ണ് ധരിക്കണം, ആണിൻ്റെത് ആണ് ധരിക്കണം. ലഅനല്ലാഹു റജുൽ അല്ലദീ യൽബസു ലുബ്സത്തൽ മർഅ വലഅനല്ലാഹുൽ മർഅ അല്ലതീ തൽബസു ലുബ്സത്തർ റജുൽ. ആണിന്റെ വേഷം ധരിക്കുന്ന പെണ്ണിനെയും പെണ്ണിന്റെ വേഷം ധരിക്കുന്ന ആണിനെയും അള്ളാഹു ശപിച്ചിരിക്കുന്നു. ആ ശപിക്കപ്പെട്ട വിഭാഗത്തിൽ പെടാതിരിക്കാൻ നമുക്ക് വേണ്ടത് ഹയാ ആണ്. ഹയാഇന്റെ കുറവ് കൊണ്ടാണ് വസ്ത്രധാരണ ശൈലിയിലൊക്കെ ഈ വ്യത്യാസം വരുന്നത്. അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. നല്ല രൂപത്തിൽ ജീവിക്കുന്ന ജീവിതം റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും നൽകുമാറാകട്ടെ. നമ്മുടെ മജ്ലിസ് അല്ലാഹു തആല ഖബൂൽ ചെയ്യുമാറാകട്ടെ. എൻ്റെ വിഷയത്തിൻ്റെ ചെറിയൊരു ഭാഗം മാത്രം ഞാൻ ഓർമ്മപ്പെടുത്തിയതാണ്. സമയം ഇനി ദുആ ചെയ്ത് തിരിച്ചു പോകാനുള്ള സമയമേ ഉള്ളൂ. ട്രെയിനിലേക്ക് അവിടെ എത്തും വേണം. അല്ലാഹു തആല നമ്മുടെ മജ്ലിസ് ഖബൂൽ ചെയ്യുമാറാകട്ടെ. നാളെ മുതൽ നടക്കുന്ന എല്ലാ പരിപാടിയും നല്ല റാഹത്തോടെ അല്ലാഹു തആല സ്വീകരിക്കുന്ന നല്ല പരിപാടികളാക്കി അല്ലാഹു നമുക്ക് നൽകുമാറാകട്ടെ. ഇവിടെ നല്ലൊരു